15,000 രൂപയ്ക്ക് നമുക്ക് ഡെല്ലിന്റെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. i5 ആണ് വരിക. HP-യുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. 15,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇതിന്റെ സർവീസ് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? എങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്ന് പറഞ്ഞേ. നമുക്കിത് 30 ഡേയ്സ് ചെക്കിംഗ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വർക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. 2 to 3 വീക്സ് വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഈ വർക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് ലാഗോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് റീപ്ലേസ്മെന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്തായ ഷിംജിത്തിന്റെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ റീഫർബ്, നിങ്ങൾ അതായത് യൂസ്ഡ് ലാപ്ടോപ്സ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. എക്സാക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പില്ലർ നമ്പർ 589 കലൂർ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫർബ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്. സന്തോഷം, അന്ന് നമ്മുടെ വീഡിയോയിൽ വേറൊരാളാണ് വന്നത്, ഇന്ന് വേറൊരാളാണ്. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ് ആണ് വെക്കുന്നത്? നമുക്ക് ഡെല്ല്, HP, ലെനോവോ മോഡൽസ് ആണ് വരുന്നത്. ഓക്കെ. ഇതിന്റെ HP ഞാൻ ഇതിനകത്ത് 3 സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആൾക്കാർക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഒന്ന് ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് ഒരു വീട്ടിലിരുന്നൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ പഠിക്കുന്ന ആൾക്കാർക്കോ വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ്. ഇതൊക്കെ ഉണ്ടോ നമുക്ക് തിരിക്കാനൊക്കെ പറ്റുന്ന അല്ലെ, ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ്. അതുപോലെ തന്നെ ഗെയിമേഴ്സിന് ആവശ്യമായിട്ടുള്ള പാക്ക് പൊട്ടിച്ച തരം ലാപ്ടോപ്പുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ലാപ്ടോപ്പിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരണം ആക്ച്വലി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 15,000 രൂപയ്ക്ക് കിട്ടുന്ന ലാപ്ടോപ്പ് 15,000 രൂപയ്ക്ക് നമുക്ക് ഡെല്ലിന്റെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. i5 ആണ് വരിക. 8GB റാമും 256 SSDയും ആണ് വരുന്നത്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന സ്റ്റുഡൻസിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഒരു 15,000 കൊടുത്താൽ മതിയോ? പിന്നെ നമുക്ക് വർക്ക് അറ്റ് ഹോം ആയിട്ട് എക്സൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗം. ഒരു ഹെവി ഗ്രാഫിക്സ് വർക്ക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക അല്ലെ? ഇത് ബേസ് മോഡലാണ് വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നണേ ഇതൊരു കമ്പനി തുടങ്ങാൻ പോകുന്ന ഒരാള് അവർ ലാപ്ടോപ്പിന് ഒരു 5 ലാപ്ടോപ്പിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട് എന്നവർക്ക് ബേസിക് ലാപ്ടോപ്പ് മതി എന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ഒരു കോൾ സെന്റർ ഒക്കെ റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ബിസിനസ്, ടെലികോളേഴ്സിന് മെയിൽ മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ വർക്ക്, അതിനൊക്കെ ഇങ്ങനത്തെ മോഡൽസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. HP-യുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. 15,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. സപ്പോസ് ഞാൻ കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഓക്കെ, ഇതിന്റെ സർവീസ് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? എങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്ന് പറഞ്ഞേ. നമുക്കിത് 30 ഡേയ്സ് ചെക്കിംഗ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വർക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. 2 to 3 വീക്സ് വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഈ വർക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് ലാഗോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് റീപ്ലേസ്മെന്റ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്നാൽ അങ്ങനെ തന്നെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലോ ഹയർ മോഡലിലേക്കോ നമുക്ക് ലാപ്ടോപ്പ് മാറ്റിയെടുക്കാവുന്നതാണ്. നിലവിൽ ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരുന്നാലും മതിയാവും. പോകുമ്പോൾ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളായിട്ടൊരു പ്രോപ്പർ ആയിട്ടൊരു ചെക്കിംഗ് നടത്തിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലേ? ഇവിടെ വന്നിരുന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്? ഇത് നമുക്ക് ഇതിന്റെ സർവീസ് കോസ്റ്റ് ഫ്രീ ആയിരിക്കും. സർവീസ് കോസ്റ്റ് ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇതിലൊരു കീബോർഡ് ഒക്കെ മാറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ വരും എന്നർത്ഥം. അതെ, കീബോർഡിന്റെ എമൗണ്ട് വരും. കാരണം നമ്മൾ പുതിയ കീബോർഡ് ആണ് ഇടുന്നത്. വാറന്റി ഉള്ള പാർട്സ് ആയിരിക്കും ഈ 1 മന്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരുവാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിത് വാങ്ങിച്ചൊരു 8ാം മാസമാണ് എനിക്ക് ഇതിന്റെ ഒരു പ്രശ്നം സംഭവിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ സർവീസ് കോസ്റ്റ് ഫ്രീ ആയിരിക്കും, പ്രൊഡക്റ്റിനുള്ള പൈസ ഉണ്ടാവും എന്നർത്ഥം. ഇനി ഇൻ കേസ് ഞാനിത് വാങ്ങിച്ചു ഒരു 30 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് റീപ്ലേസ് ചെയ്ത് തരും എന്നർത്ഥം. ഇങ്ങനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. 30 ഡേയ്സ്. ഓക്കെ, അത് ഒരു സെഗ്മെന്റ് ഓഫ് ലാപ്ടോപ്പ്. രണ്ടാമതൊരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി ഒരു ഹയർ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇത് ഈ കാണുന്നത് അല്ലേ? ഇത് ഫോൾഡബിൾ ആണ്. ഇത് നമുക്ക് 360 ഫോൾഡബിൾ ആണ്, ടച്ച് ആണ്, ട്രാവൽ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഒന്ന് 360 ഒന്ന് കാണിച്ചേ. ഓക്കെ, യെസ്, ഓക്കെ. ഇത് ഒറിജിനൽ എന്താ പ്രൈസ് വന്നതിന്? ഇത് നമുക്ക് 1 lakh above ആണ് ഫ്രഷിന്റെ പ്രൈസ് വരുന്നത്. ഫ്രഷിന്റെ പ്രൈസ്. അതെ. ഇതാവുമ്പോഴോ ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴോ ഈ ഒരു i7ന്റെ മോഡൽസ് വരുമ്പോഴത്തേക്കും 16 512
ആണ് നമുക്ക് റാമും SSD യും വരുന്നത്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 35 to 40 റേഞ്ചിൽ അവൈലബിൾ ആണ്. 35 to 40. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കുറച്ചുകൂടി എക്സിക്യൂട്ടീവ് ടൈപ്പ് സാധനം അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഒക്കെ നല്ലത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഇത് വീഡിയോ എഡിറ്റിംഗ് പർപ്പസ് ഒന്നും നടക്കില്ലല്ലോ? ഇല്ല, ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് ആണ് വരുന്നത്. അതായത് ചെറിയ രീതിക്കുള്ള കോഡിങ്, ഓട്ടോകാഡ്, ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കും. ചെറിയ അതെ അതെ. ഒരു പ്രസന്റേഷൻ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് പ്രസന്റേഷൻ ഒക്കെ കാണിക്കാനൊക്കെ ഇവൻ അത്യാവശ്യമാണ് അല്ലേ? യെസ്. അവർക്കൊരു ടാബായിട്ടൊക്കെ ഉപയോഗിക്കാനും പറ്റുന്നൊരു ലാപ്പ്. ഇത് ഏതൊക്കെ കമ്പനിയുടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് നമുക്ക് ഡെൽ, HP, ലെനോവോ തന്നെ ബിസിനസ് സീരീസിൽ വരുന്നത് കൊണ്ടിട്ട് 3 ബ്രാൻഡുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതാണ് കുറച്ചുകൂടെ ഒരു ഹൈ ലെവലിൽ വരുന്ന എന്താ പറയുക, ഒരു ഗെയിമിംഗ് സീരീസിൽ വരുന്ന ലാപ്ടോപ്സ് അല്ലേ? ഇവന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടഫാണ് അല്ലെ? കുറച്ചുകൂടി ഒരു പ്രോ ലെവലിലെ ആൾക്കാരൊക്കെ. ഇതെങ്ങനെയാണ് നമ്മൾ സെല് ചെയ്യുന്നത് ആക്ച്വലി? ഇത് നമുക്ക് ആക്ച്വലി ഓപ്പൺ ബോക്സ് എന്ന് പറയും. ഇത് നമുക്ക് 1 year വാറണ്ടി ഉണ്ടാവും. ബില്ലിംഗ് ഡേറ്റ് തൊട്ട് തന്നെ 1 year വാറണ്ടി ഉണ്ടാവും. ഇത് പക്ഷെ നമുക്ക് ഫ്രഷിന്റെ അത്രയും പ്രൈസ് ഇതിന് ഉണ്ടാവില്ല. ഈ ഓപ്പൺ ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ കമ്പനിയിൽ ഷോറൂമുകളിൽ ഡെമോയ്ക്ക് വെച്ചിട്ട് വരുന്നതാവാം. ചിലർ പർച്ചേസ് ചെയ്തിട്ട് 7 days ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് കംപ്ലൈന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നതും ഉണ്ട്. ആകുന്നതാകാം. ഇതിനൊക്കെ നോർമലി പുതിയതിന് എത്രയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്പിന്റെ പ്രൈസ് വരുന്നത്? ഇതിന് മാർക്കറ്റ് പ്രൈസിനേക്കാളും 10,000 റുപ്പീസോളം കുറവായിരിക്കും നമ്മളുടെ പ്രൈസ് വരുന്നത്. 10,000 കുറവായിരിക്കും. അതെ. ഓരോ മോഡൽ അനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് മാറുക. ഏകദേശം 1 lakh ഒക്കെ ഉള്ള മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരു 85 to 90,000 വരെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൊടുക്കുന്ന വാറന്റി അല്ല, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറന്റി. ബില്ലിംഗ് ഡേറ്റ് തൊട്ട് 1 yearലേക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി കിട്ടുന്നതാണ്. ഇത് എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലല്ലോ? ഇല്ല, ഇത് നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ അടുത്തൊരു മോഡൽ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് അസ്യൂസിന്റെ റോക്ക് സ്ട്രിക്സ് എന്ന് പറയും. G50. ഗെയിം കളിക്കുന്ന ആൾക്കാർക്കും ഗെയിമിംഗ്, റെൻഡറിങ്, വീഡിയോ എഡിറ്റിംഗ്. യെസ്. അല്ല, വീഡിയോ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണത്, ഈ എല്ലാ വർഷവും ഈ അഡോബിയുടെയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഹാർഡ്വെയർ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതില് പ്രോപ്പർലി സോഫ്റ്റ്വെയർസ് ഒന്നും റൺ ചെയ്യില്ല അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാര് എപ്പോഴും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചു കണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ എന്തായാലും നമുക്ക് എവിടെയൊക്കെയാണ് ആക്ച്വലി ഒരു സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോ ഇതിന്റെ ബ്രാഞ്ചസ് വരുന്നത് കാലിക്കറ്റിലും തൃശ്ശൂരിലുമാണ് വരുന്നത്. നമുക്ക് ഔട്ട്ലെറ്റ് ഉള്ളത് അവിടെ രണ്ടിടത്ത്. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തിന്റെയൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോ വരുന്നത് ഡെൽ, HP, ലെനോവോ. എത്ര സ്റ്റോക്കുകൾ എത്ര ചോദിച്ചാലും സ്റ്റോക്ക് കൊടുക്കാനുണ്ടാവും? ഫോർ എക്സാമ്പിൾ ഇത് കണ്ടിട്ടൊരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൽ ആൾ പറയണ എനിക്കൊരു 50 ലാപ്ടോപ്പ് വേണമെന്നുള്ളത് കൊടുക്കാനൊക്കെ ഉണ്ടാവില്ല അല്ലേ? നമുക്കൊരു 20 എണ്ണം വരെ അറ്റ് എ ടൈം കൊടുക്കാൻ പറ്റും. പക്ഷെ 1 to 2 weeks ടൈം തരുവാണെന്നുണ്ടെങ്കിൽ 100 ക്വാണ്ടിറ്റി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ പറയാം, ഇത് 3 സെഗ്മെന്റ് ഓഫ് സാധനങ്ങളാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്നൊരു ബേസ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, ഒരു 15,000 രൂപ വരുന്ന ബേസ് ലാപ്ടോപ്പ്, ഒരു 35 to 40 അല്ലേ വരുന്ന ഒരു ബിസിനസ് സീരീസിലുള്ള ഒരു ലാപ്ടോപ്പ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു എന്താ പറയുക, എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു സാധനമല്ല. പക്ഷെ ഒന്ന് അന്വേഷിക്കുക, വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്ന് അന്വേഷിക്കുക. ഒരു ഗെയിമിംഗ് സീരീസിൽ പെട്ട, പക്ഷെ ഇതിന് കംപ്ലീറ്റ്ലി കമ്പനി നൽകുന്ന ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഇതിനുണ്ടാവും. ബില്ലിനേക്കാൾ 10,000 റുപ്പീസ് കുറവായിരിക്കും ഇത് വരുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ ഇവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചാൽ 30 days നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. 30 ദിവസം ഉണ്ടോ, 40 ദിവസം കൊണ്ടെടുത്ത് 30 ദിവസം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ 1 year സർവീസ് ആണുള്ളത്. സർവീസ് കോസ്റ്റ് ഫ്രീ ആണ്. പ്രൊഡക്റ്റിനുള്ള പൈസ കൊടുക്കണമെന്ന് നടത്താം. അപ്പോൾ സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇനിയും കാണണം. ഓക്കെ, താങ്ക് യു.